നമ്മുടെ വിശാലമായ ഈ ബ്രഹ്മാണ്ടത്തിൽ എത്ര അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മുഴുവൻ ഡയമണ്ട് കൊണ്ട് നിർമ്മിതമായ ഒരു ഗ്രഹത്തെക്കുറിച്ചാണ്. അതെ, നിങ്ങൾ ശരിയായി കേട്ടു. ഈ ഗ്രഹത്തിൻ്റെ പേരാണ് PSR J1719-1438b. ഇതൊരു സാധാരണ ഗ്രഹമല്ല, ഇത് ഒരു മരിച്ച നക്ഷത്രത്തിൻ്റെ അവശിഷ്ടമാണ്. ഈ ഗ്രഹം ഭൂമിയിൽ നിന്ന് ഏകദേശം 400 ട്രില്യൺ കിലോമീറ്റർ അകലെയാണ്, അതായത് ഏകദേശം 40 പ്രകാശവർഷം അകലെ. ഇത് ചുറ്റുന്നത് ഒരു പ്രത്യേക നക്ഷത്രത്തെയാണ്. അത് ഒരു പൾസാറാണ്. പൾസാർ എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ തിരിയുന്ന, വളരെ ശക്തമായ കാന്തിക ക്ഷേത്രമുള്ള ഒരു ന്യൂട്രോൺ നക്ഷത്രമാണ്. ഈ ഗ്രഹം അതിൻ്റെ നക്ഷത്രത്തെ വളരെ അടുത്തായാണ് ചുറ്റുന്നത്. ഒരു റൗണ്ട് പൂർത്തിയാക്കാൻ ഇതിന് വേണ്ടത് വെറും 2 മണിക്കൂർ 10 മിനിറ്റ് മാത്രം. ഇത് സൂചിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ ഗ്രഹം അതീവ സാന്ദ്രതയുള്ളതാണ്. അതായത് ഇത് പ്രധാനമായും കാർബണും ഓക്സിജനും കൊണ്ടാണ് നിർമ്മിതം. അവയിൽ ഭൂരിഭാഗവും ക്രിസ്റ്റലൈസായി ഡയമണ്ടായി മാറിയിരിക്കാം. ഈ ഗ്രഹത്തിൻ്റെ വലിപ്പം ഏകദേശം ജൂപ്പിറ്ററിനോട് സമാനമാണ്, പക്ഷെ ഭാരം അതിൻ്റെ പകുതി മാത്രം. അതായത് ഇത് വളരെ ചെറിയതും പക്ഷേ അതീവ കഠിനവും സാന്ദ്രവുമാണ്. ഇത് ഒരിക്കൽ ഒരു സാധാരണ നക്ഷത്രമായിരുന്നു, പക്ഷേ ഇതിൻ്റെ കൂട്ടുകാരനായ പൾസാറിൻ്റെ വലിയ ഗുരുത്വാകർഷണ ശക്തി കാരണം ഇതിൻ്റെ പുറംപാളികൾ ഇവയ്ക്ക് നഷ്ടമായി. അവസാനം ബാക്കിയായി നിന്നത് ഇതിൻ്റെ കോർ ഭാഗം മാത്രം, അതായത് ഡയമണ്ടായി മാറിയ ഭാഗം. ഈ ഗ്രഹത്തിൻ്റെ മൂല്യം കണക്കാക്കിയാൽ ശാസ്ത്രജ്ഞർ പറയുന്നത് ഇത് അനന്തമായ സമ്പത്ത് പോലെ വിലമതിക്കാനാകാത്തതാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇത് ഭൂമിയിൽ നിന്ന് വളരെ ദൂരെയാണ്. അതുമാത്രമല്ല, ഇതിൻ്റെ ഉയർന്ന ചൂട്, കിരണങ്ങൾ, ഗുരുത്വാകർഷണം ഇവയൊന്നും മനുഷ്യരെ ഒരു നിമിഷം പോലും അവിടെ നിലനിൽക്കാൻ അനുവദിക്കില്ല. അതുകൊണ്ട് ഇത് നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന നിധിയല്ല, പക്ഷേ ബ്രഹ്മാണ്ടത്തിൻ്റെ ഒരു അത്ഭുതം മാത്രമാണ്. ബ്രഹ്മാണ്ടം നമ്മെ ദിവസവും പുതിയ അത്ഭുതങ്ങളാൽ അതിശയിപ്പിക്കുന്നു. ഇതുപോലുള്ള കണ്ടെത്തലുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ അറിയാത്തത് എത്രയോ കൂടുതലാണെന്നാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.